കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആഗസ്റ്റ് 15 വീഡിയോ ആണ്, അന്നെടുത്തതാണ്. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയത്. അന്ന് രാവിലെ അപ്പോൾ പോത്തുകറിയായിരുന്നു കേട്ടോ. നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് അപ്പത്തിൻ്റെ മാവിൻ്റെയൊക്കെ കൂട്ടൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. രാവിലെ തന്നെ ഒരു ഗ്രീൻ ടീയിൽ തുടങ്ങി പാൽ ചായ കുടിക്കുന്നില്ല, ഡയറ്റ് നോക്കുവാണ് ഞാനിപ്പോൾ. കറിയിൽ വറുത്തിടാനായിട്ടുള്ള സവോളയാണ് ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് എണീറ്റ് വന്നു. പുള്ളിക്ക് പാൽ ചായ നിർബന്ധമാണ്. ഞാൻ ഈ നന്ദിനി പാലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ബ്ലൂ കളറിലുള്ളതിന് അധികം ഫാറ്റൊന്നും ഇല്ലാത്ത പാലാണ്. ഒരു 3/4 കിലോയുടെ ഇറച്ചിയെടുത്ത് നമ്മളത് ഒരു ശകലം പോലും വെള്ളമൊന്നും ഒഴിക്കാണ്ട് മസാലകളൊക്കെ ചേർത്ത് കുക്കറിലൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞാപ്പ് എണീറ്റ് വന്നു. അവന് രാവിലെ ഞാനൊന്ന് എടുക്കണം കേട്ടോ. അവനെൻ്റെ കാലയിൽ വന്ന് മുട്ടി ഉരുമ്മിപ്പോയി. അവൻ്റെ പാത്രം എടുത്ത് അവൻ്റെ രാവിലത്തെ ഫുഡാണിത് കേട്ടോ. ഇതാണ് ഈ വെറ്റ് ഫുഡാണ് അവന് കൊടുക്കണം. അതില്ലെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാകും. വന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കറി ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനകത്ത് ശകലം എണ്ണയൊഴിച്ച് സ്പൈസസൊക്കെ ഇട്ട് ഉള്ളി വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് അത് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി അതിലേക്ക് ചേർത്ത് കൊടുത്തു. നല്ല കുറുക്കിയ 1 കപ്പ് പാലാണ് കേട്ടോ, തേങ്ങാപ്പാലാണ് ഞാൻ യൂസ് ചെയ്തത്. കറിക്ക് നല്ല ടേസ്റ്റായിരുന്നു. കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഒരു സമയത്ത് ഇട്ട് കൊടുത്ത് പിന്നെ വറുത്തെടുത്ത നമ്മുടെ സവോളയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അപ്പവും കറിയും റെഡിയായി. നല്ല സൂപ്പറായിരുന്നു കേട്ടോ കറി. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവനെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അവൻ ഇവിടെ കണ്ടില്ലേ, ആ ബാൽക്കണിയിൽ ഇട്ടിരിക്കുന്ന ചെയറിൽ വന്നിരുന്ന് താഴോട്ട് നോട്ടമാണ് അവൻ്റേത്. പിന്നെ വന്ന് അപ്പം ഉണ്ടാക്കി. അപ്പവും കറിയും റെഡിയായി. എല്ലാവർക്കും എടുത്ത് അപ്പവും കറിയൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്നൊന്ന് വെളിയിൽ പോകണം. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ വെളിയിൽ നിന്നാണ് ഭക്ഷണം കഴിക്കാമെന്ന്. പക്ഷേ രാവിലെ 10:11 ഞങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പം. അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചയ്ക്ക് വെളിയിൽ നിന്നും ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടത് എൻ്റെ ബാൽക്കണിയിൽ പ്രാവ് വന്ന് മുട്ടയിട്ട് വെച്ചിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. അവരെ ഓടിച്ചു വിടാനൊന്നും മനസ്സ് വരുന്നില്ല. അവരിപ്പം ഞങ്ങളുടെ കൂടെ ഒരു ഭാഗമായിട്ട് ബാൽക്കണിയിൽ എന്നും രാത്രിയിൽ അവരവിടെ വന്നിരിക്കും. അവർ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പം ഞാനൊരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം അവിടെ വെച്ച് കൊടുത്തപ്പോൾ അവരതിൻ്റെ മേളിൽ ഒന്നുകൂടെ കൂടൊക്കെ ശരിക്കും ഒരുക്കി അവരതിൽ വന്ന് മുട്ടയൊക്കെ ഇട്ട് അവരവരുടെ ജീവിതം നമ്മുടെ ബാൽക്കണിയിൽ തുടരുന്നു. ബാംഗ്ലൂരിലത്തെ ട്രാഫിക്കിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ. കാർമേഘമൊക്കെ ഇരുണ്ട് മൂടി മഴ പെയ്യാനായിട്ട് ഇങ്ങനെ തുടങ്ങുവാണ് കേട്ടോ. ഞങ്ങൾ പോയി. ഇത് നമ്മുടെ ബാൽക്കണിയിലുണ്ടായ ഫാഷൻ ഫ്രൂട്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് ഇതിന്. ഈ പിങ്ക് അല്ല, ഒരുമാതിരി വയലറ്റ് കളറോട് കൂടിയ ഈ പാഷൻ ഫ്രൂട്ട് എല്ലാവരും വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ നോക്കുക. കാരണം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഇത്. വൈകിട്ട് ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല വെളിയിൽ നിന്ന്. കാരണം നല്ല ഹെവി ഫുഡായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ്, ഐസ്ക്രീം കഴിച്ചു. വൈകിട്ട് തിരിച്ചു പോന്നപ്പോൾ ഞങ്ങൾ ഒരു തട്ടുകട എന്നൊക്കെ പറയുമല്ലേ, അങ്ങനെ ഒരു സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ ബാംഗ്ലൂരിൽ. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ വെണ്ണ ദോശ, വെണ്ണ ഇഡ്ഡലി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കഴിച്ച്, പിന്നെ ദോശ, ഇഡ്ഡലി അങ്ങനെയുള്ള സാധനങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് തരാൻ മറക്കല്ലേ കൂട്ടുകാരെ.